ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഗോപ്യമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഇട്ടലക്കുന്നു, തൊലിയിരിക്കുന്നു. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. മക്കൾ തെറിപ്പിക്കുന്ന ചെളി സിന്ധുവിന്റെ ദേഹത്തെ വീഴൂ എന്ന് സിന്ധുവെങ്കിലും ചിന്തിക്കണമായിരുന്നു. നിനക്കും ഉണ്ടല്ലോ മോളെ 2 കുഞ്ഞുങ്ങള്. നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? അവർ പറയുന്നത് അവരെ സഹായിയായി ഒരു പയ്യനെ ജോലിക്ക് നിർത്തിയിട്ട് അവനോട് കൃഷ്ണകുമാറിന്റെ മകള് പറഞ്ഞത്, എവിടെ പോണു? വെള്ളം കുടിക്കും. നീ ജോലിയൊന്നും ചെയ്യണ്ട, ഈ കള്ളക്കിളവി ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നീ റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാണെന്ന് ജോലിക്കാരനെ നിർത്തി കൊടുത്തത്. നിനക്ക് തെറ്റി. അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. ഇവളൊക്കെ ഷോക്ക് അടിപ്പിച്ചു കൊല്ലണം. ഇവക്ക് ഷോക്ക് കൊടുത്താലേ അങ്ങ് പള്ളിവാസല ഫീസ് പോകും. അതാ ഇനം. അവ ഇവിടുത്തെ എല്ലാ വാർത്തകളും ചോർത്തി കൃഷ്ണകുമാറിന്റെ ആ മകൾക്ക് കൊടുത്തു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മകളെ, സന്തോഷായി. മകളാണ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കുട്ടിയാ, ഞാൻ പേര് പറയുന്നില്ല, പോട്ടെ. അങ്ങനെയൊക്കെയാണോ ഒരു വയസ്സായ മുത്തശ്ശിയോട് ചെയ്യേണ്ടത്? നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ് ഫുഡും ഒന്നും അല്ല ഇവിടുത്തെ ജീവിതം. ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. കൃഷ്ണകുമാറിനും അമ്മയും അച്ഛനൊക്കെ ഉള്ളതല്ലേ കൃഷ്ണകുമാറെ? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോനെ ദൈവം തിരിച്ചു തരും. സിന്ധുവിന്റെ അമ്മ ചിലപ്പോൾ അവർ സാമ്പത്തികമായി ഉന്നതിയിലിരുന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ലായിരിക്കാം. ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ്. അത് ഒരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത്. ഞാൻ അറിഞ്ഞത് കൃഷ്ണകുമാറിനൊരു നല്ല തുക വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ എന്തിനോ തന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ. ആ കുറ്റത്തിനാണോ നീ ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്? അതൊക്കെ പോട്ടെ, പക്ഷെ സ്വന്തം ഭാര്യയുടെ അമ്മയല്ലേ കൃഷ്ണകുമാറെ? എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. നാളെ നിങ്ങളെ ഈ 4 മക്കളും നിങ്ങളെ ഇതുപോലെ ആയിരിക്കുമല്ലോ. ഫോണും കൊടുത്തൊരു തന്നെ ജോലിക്ക് നിർത്തി കൃഷ്ണകുമാർ എന്ത് സംസാരിക്കുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ട് വാടാ, എന്നിട്ട് വേണം ആ പട്ടിയുടെ 4 പറയാനെന്നൊക്കെ പറയില്ലേ കൃഷ്ണകുമാറെ? കാലം ചിലപ്പോ തിരിച്ച് കണക്ക് ചോദിക്കും. സീരിയസ്ലി ഡേവിഡ്, ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സത്യം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.